ജിമ്മിയിൽ തുടങ്ങിയാൽ ജിമ്മി കഴിഞ്ഞ ഏകദേശം ഒരു 36 മണിക്കൂറായി കേരള രാഷ്ട്രീയത്തിൽ വളരെ സജീവമായിരുന്ന ചർച്ചയ്ക്കാണ് ഇന്ന് ജോസ് കെ മാണി ഇപ്പോൾ തിരശ്ശീലയിട്ടിരിക്കുന്നത്. അപ്പോഴും ചിലരെങ്കിലും കരുതുന്നത് വീണ്ടും എപ്പോഴെങ്കിലും ആ തിരശ്ശീല ഒന്നുകൂടി ഉയരുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യത കാണുന്നു എന്നാണ് UDF കേന്ദ്രങ്ങൾ ഇപ്പോഴും പറയുന്നത്. കാരണം ആ ചർച്ചകൾ അവർക്ക് അത്ര ആത്മവിശ്വാസം പകർന്നതാണ്. പക്ഷേ ജോസ് കെ മാണി നാട്ടിൽ തിരിച്ചെത്തി ഉടൻ തന്നെ ആ അഭ്യൂഹങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നു, മുളയിലെ നുള്ളിയിരിക്കുന്നു. അടരുവാൻ വയ്യുന്നു ജോസ് കെ മാണിക്ക്. ഈ ഫസ്റ്റ് റൗണ്ടിൽ UDF നിന്ന് ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും LDF അവരുടെ ആ ഗെയിം ക്ലീനായിട്ട് ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ജോസ് കെ മാണി പോകുന്നില്ല എന്ന് മാത്രമല്ല, ജോസ് കെ മാണിയുടെ കുടികൾ ആരും പോകുന്നില്ല. ആ അധ്യായം അടഞ്ഞിരിക്കുകയാണ്. പക്ഷേ അത് തൽക്കാലത്തേക്കാണ്. തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കാം. പോവില്ല എന്ന് പറഞ്ഞ ശേഷം പോകുന്ന ഒരു പരിപാടി കേരള കോൺഗ്രസുകൾക്ക് പണ്ടേ ഉണ്ട്. അതൊക്കെ ഇനി നടക്കാനുള്ള കാര്യമാണ്. പക്ഷേ ഇപ്പോഴെന്തായാലും ജോസ് കെ മാണിയുടെ വിഭാഗം കേരള കോൺഗ്രസ് LDF വിടില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിൽ അദ്ദേഹം പറഞ്ഞ വാക്കിൻ്റെ വരിയുടെ വിശദാംശങ്ങൾ, ലൈഫ് ബോയ് എവിടെയോ അവിടെയാണ് ആരോഗ്യം എന്ന് പറയുന്ന പോലെ കേരള കോൺഗ്രസ് എവിടെയോ അവിടെയാണ് സർക്കാർ അധികാരം എന്ന് വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് മറ്റ് വ്യാഖ്യാനങ്ങളാണ്. പക്ഷേ ഞങ്ങൾ LDFനൊപ്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അവിടെ കാര്യങ്ങൾ അവസാനിച്ചു. ഇത് പക്ഷേ ജോസ് കെ മാണി ബാക്കി പറയുന്നതൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു ചർച്ചയും നടന്നിട്ടില്ല. പലരും ഞങ്ങളെ വിളിച്ചിട്ടുണ്ടാകാം, അത് ഞങ്ങളുടെ വലുപ്പം കൊണ്ടാണ്. അങ്ങനെയല്ല. ഇത് കഴിഞ്ഞ 36 മണിക്കൂറല്ല, കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് നമ്മൾ ഈ കഥകളുടെ പിന്നാമ്പുറ വിശദാംശങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. കത്തോലിക്ക സഭയിലെ 2 പ്രധാനപ്പെട്ട അതിരൂപതകൾ ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയിരുന്നു, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ചാലകശക്തിയായി പ്രവർത്തിച്ചിരുന്നു. അഭ്യുദയകാംക്ഷികൾ ഉപദേശിച്ചിരുന്നു. കാരണം തദ്ദേശത്തിന് ശേഷം കാര്യങ്ങൾ വ്യക്തമാണ്. കത്തോലിക്കക്ക് വളരെ സ്വാധീനമുള്ള, കേരള കോൺഗ്രസിന് സ്വാധീനം ഉണ്ടാക്കാൻ ഉള്ള 3 ജില്ലകൾ, അത് പത്തനംതിട്ടയാണ്, കോട്ടയമാണ്, ഇടുക്കിയാണ്. അവിടെ UDF തൂത്തുവാരി, അടുത്ത തെരഞ്ഞെടുപ്പിലും തൂത്തുവാരും. അതുകൊണ്ട് ഒരു നിലനിൽപ്പിൻ്റെ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടെങ്കിലും UDFലേക്ക് പോകുന്നതാണ് ജോസ് കെ മാണിക്ക് നല്ലത്, ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് നല്ലത് എന്നുള്ളതായിരുന്നു ഉപദേശം. ആ ഉപദേശത്തിന് ബാക്കി എല്ലാ സാഹചര്യങ്ങളും തെളിവുകളും എല്ലാം അനുകൂലവുമായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ചർച്ചയ്ക്ക് തുടങ്ങിയിട്ടു, അങ്ങനെ ഒരു ചർച്ച നടന്നു എന്ന് തന്നെയാണ്. അതിൽ 2 പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ. ഒന്ന്, 2 പ്രധാനപ്പെട്ട LDF യോഗങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തില്ലെന്ന് മാത്രമല്ല, ഗൾഫിൽ പോയി പാർട്ടി LDFിൻ്റെ ഒരു പ്രധാനപ്പെട്ട സമര പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കാതിരുന്നതും ഇതിൻ്റെയൊക്കെ സൂചനയായി തന്നെ കരുതണം എന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ പലപ്പോഴും രാഷ്ട്രീയത്തിൽ നടക്കാറുള്ളതുപോലെ അങ്ങനെ എല്ലാം കൃത്യമായി 1+1+1 അത് 3 വരും, അങ്ങനെ ഒരു കണക്കൂട്ടലൊന്നും കൃത്യമായി വരണമെന്നില്ല. അത് സംഭവിച്ചില്ല. ജോസ് കെ മാണി LDFിൽ നിന്ന് ഉറച്ചു നിൽക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഇതെങ്ങനെ സംഭവിച്ചു എന്നതാണ് ഇനി നമുക്ക് കൗതുകമായി തോന്നുന്നത്. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഞാനൊരു പഴയ ചരിത്രം പറയാം. 2011-16 വി സച്ചിദാനന്ദൻ പറഞ്ഞതുപോലെ മൂത്രമൊഴിക്കാൻ 2 പേർ എഴുന്നേറ്റ് പോയാൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന ഒരു സർക്കാരുമായിട്ടാണ് ഉമ്മൻചാണ്ടി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നമുക്ക് കാണിച്ചു തരാം എന്നാണ് പറഞ്ഞത്. അതിനുശേഷം 2013 ആകുമ്പോഴേക്കും ഒരു വളരെ വലിയ ഗൂഢാലോചന, വളരെ വലിയ ചർച്ച ആ കാലത്ത് നടന്നിരുന്നു. അത് കേരള കോൺഗ്രസ് എമ്മിനെ അടർത്തി LDFിൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. CPIയിലെയും CPMിലെയും നേതാക്കളൊക്കെ ഇതിൽ പ്രധാനപ്പെട്ട ചർച്ചയൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. അന്ന് വലിയ വാർത്തയായിരുന്നു. പിന്നാമ്പറ കഥകൾ പിന്നെയുമുണ്ട്. സത്യത്തിൽ അന്ന് KM മാണിയെ മുഖ്യമന്ത്രിയാക്കിക്കൊണ്ട് ഒരു വലിയ നീക്കം, KM മാണി ഒരു പ്രധാനപ്പെട്ട ഉപമുഖ്യമന്ത്രി എങ്ങനെയായിക്കൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട നീക്കം, അങ്ങനെയൊക്കെ ചർച്ചകൾ നീങ്ങിയതാണ്. അന്ന് VS അച്യുതാനന്ദൻ കൂടി ഒരു യെസ് പറഞ്ഞിരുന്നില്ല. കാരണം KM മാണിക്ക് ഇത് വളരെ ഉറപ്പായിരുന്നു. VS അച്യുതാനന്ദൻ സമ്മതിച്ചില്ലെങ്കിൽ ഇത് അവസാനം അവിടെ നിന്ന് വരികയും ചെയ്യും. അവസാനം DICയുടെ അവസ്ഥയായി പോകും, K കരുണാകരൻ്റെ അവസ്ഥയായി പോകും എന്നറിയാവുന്നതുകൊണ്ട് VS അച്യുതാനന്ദൻ ഉറപ്പ് പറഞ്ഞാലേ അങ്ങനൊരു നീക്കത്തെക്കുറിച്ച് തുടക്കമെങ്കിലും ഇടാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. VS അതിന് സമ്മതിച്ചില്ല. അങ്ങനെയാണ് ആ നീക്കം പൊളിഞ്ഞത്. അതൊന്ന്. അതിനുശേഷം ഈ സംഭവം ഒരു ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ ഇത് ഉമ്മൻചാണ്ടിയുടെ ഭാഗത്തു നിന്നും ഇതിനെക്കുറിച്ച് വിവരം കിട്ടി. സത്യത്തിൽ അങ്ങനെയാണ് ബാർക്കോഴ വിവാദം കത്തിപ്പൊട്ടുന്നത്. ഞാനിപ്പോഴും വിചാരിക്കുന്നത് ബാർക്കോഴ വിവാദം ഉമ്മൻചാണ്ടിയുടെയും അവരുടെ കൂടെ നിന്ന ആളുകളുടെയും ഒരു ബുദ്ധിയിൽ നിന്ന് വിരിഞ്ഞ ഒരു ഇൻസ്റ്റിഗേറ്റ്, നടന്നില്ലെന്നല്ല ബാർക്കോഴ, അത് ഇൻസ്റ്റിഗേറ്റ് ചെയ്തത് അങ്ങനെയാണ്. അന്ന് കേരള കോൺഗ്രസിനെ പിളർത്തുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ, അല്ലെങ്കിൽ സത്യത്തിൽ ഉമ്മൻചാണ്ടി ചെയ്തത്. എങ്ങനെയാണ്? ഒരു കാരണവശാലും രാജിവെക്കില്ല എന്ന നിലപാടെടുത്ത മാണിയെക്കൊണ്ട് അന്ന് രാജിവെപ്പിച്ചത് ആരാണ്? PJ ജോസഫാണ്. PJ ജോസഫ് പറഞ്ഞിട്ടാണ് അവസാനം, നമുക്ക് ഓർമ്മയുണ്ട്, കൻറ്റോൺമെൻറ്റ് ഹൗസിൽ എല്ലാവരും ഇരിക്കുന്നു, മാണിയുടെ മന്ത്രിമന്ദിരത്തിൽ മാണി ഇരിക്കുന്നു, രാജിവെക്കില്ല, രാജിവെക്കും, അങ്ങനെ വലിയ സമ്മർദ്ദം. PJ ജോസഫ് അങ്ങോട്ടും ഇങ്ങോട്ടും ഷട്ടിലടിച്ചുകൊണ്ടിരിക്കുന്നു. അവസാനം PJ ജോസഫിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി KM മാണി രാജിവെക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ബുദ്ധിയായിരുന്നു. അതായത് മന്ത്രിസഭയെ മറിച്ചിടാനും മുന്നണിയെ പിളർത്താനുമുള്ള നീക്കത്തെ അങ്ങനെയാണെന്ന് കൗണ്ടർ ചെയ്ത് ഇപ്പുറത്തെ VS അച്യുതാനന്ദനും സഹായിച്ചു. ഇതുപോലെ തന്നെയാണ് ശ്രേയംസ് കുമാറിൻ്റെ പാർട്ടി അന്ന് ഇടതുപക്ഷത്തേക്ക് പോകും എന്ന ഒരു വലിയ ചർച്ചയുണ്ടായിരുന്നു. അന്ന് KP മോഹനെ പിടിക്കുകയാണ് ചെയ്തത്. KP മോഹൻ ഒരേ ഒരു MLA, അദ്ദേഹം പോവില്ല എന്ന് നിലപാടെടുത്തു. അതും പൊളിഞ്ഞു. സമാനമായൊരു നീക്കം LDF ഇന്ന് നടത്തി എന്നുള്ളതാണ്. അതായത് ഇങ്ങനൊരു ആലോചന തുടങ്ങുമ്പോൾ തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞു, കേരള കോൺഗ്രസ് ഉണ്ടാകുമോ?
കേരള കോൺഗ്രസ് റോഷി ഉണ്ടാക്കും എന്ന് തീരുമാനിച്ചിരുന്നു LDF. അതനുസരിച്ച് റോഷിക്ക് കൊടുത്ത വാക്കാണ്, റോഷിക്ക് കൊടുത്ത നിർദ്ദേശമാണ്. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ കേരള കോൺഗ്രസ് പിളരണം, LDFിൻ്റെ കൂടെ നിൽക്കണം. അതിനുള്ള എല്ലാ പിന്തുണയും LDF വാഗ്ദാനം ചെയ്തു. ഇന്ന് 25 സെൻറ്റ് സ്ഥലം KM മാണിയുടെ സ്മരണയ്ക്ക്, അത് 5 വർഷം മുമ്പാണ് 5 കോടി അനുവദിക്കുന്നത്. പിന്നെ ആ പരിപാടിയെക്കുറിച്ച് നമ്മളാരും കേട്ടിട്ട് പോലുമില്ല. KM മാണി സ്മാരക സെൻറ്റർ, അതിനെക്കുറിച്ച് ആരും കേട്ടിട്ടില്ല. ഇന്ന് പെട്ടെന്നൊരു 25 സെൻറ്റ് സ്ഥലം തിരുവനന്തപുരത്ത് വളരെ നിസ്സാര വിലയ്ക്ക് അനുവദിച്ചത് പോലും ആവശ്യപ്പെട്ടിട്ട് പോലുമല്ല, പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കാനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വളരെ പ്ലാൻഡായിട്ട് LDF നീങ്ങുന്നു. അത് റോഷി അഗസ്റ്റിനെ മുന്നിൽ വെച്ചായിരുന്നു. റോഷി അഗസ്റ്റിൻ പരമാവധി ആളുകളെ പിടിക്കുന്നു. ജോസ് കെ മാണിക്കെതിരെ ഒരു വലിയ നീക്കത്തിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാകുന്നു. ഇപ്പുറത്തെ ജോസ് കെ മാണിയാകട്ടെ പാർട്ടിയെ പിളർത്താതെ മൊത്തത്തിൽ എല്ലാവരെയും കൊണ്ട് UDFിലേക്ക് പോകാം എന്ന് പ്രതീക്ഷിച്ചിട്ടുണ്ടാവണം. അത് നടക്കില്ല എന്ന് വ്യക്തമാകുന്നു. ഇപ്പോഴേ ദുർബലമായ ഒരു പാർട്ടി, കഴിഞ്ഞ തവണ 12 സീറ്റിൽ മത്സരിച്ച് 5 സീറ്റിൽ മാത്രം വിജയിച്ചൊരു പാർട്ടി, അതിൽ മന്ത്രിയായിരിക്കുന്ന റോഷി അഗസ്റ്റിനും റാന്നി MLA ആയിട്ടുള്ള പ്രമോദ് നാരായണനും മാത്രമല്ല മറ്റ് ചില പ്രധാനപ്പെട്ട ആളുകളും ഈ നീക്കത്തെ തടസ്സപ്പെടുത്തി എന്നുള്ളത് വ്യക്തമായിരുന്നു. അതുകൊണ്ടാണ് വിദേശത്ത് ജോസ് കെ മാണി എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ തുടരും എന്ന് പറഞ്ഞ് സ്വന്തം നിലയ്ക്കാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. 2026 തുടരും എന്ന് പറഞ്ഞുകൊണ്ട് തൊട്ടു പിന്നാലെ റാന്നി MLA പ്രമോദ് നാരായണനും പോസ്റ്റ് ഇടുന്നു. അപ്പോൾ തന്നെ കാര്യങ്ങൾ വ്യക്തമായിരുന്നു. അതായത് ഇങ്ങനൊരു അഭ്യൂഹം നിലനിൽക്കെ ജോസ് കെ മാണിയുടെ ഭാഗത്തുനിന്ന് ഒരു അഭിപ്രായവും ഇല്ലാതിരിക്കെ തന്നെ പാർട്ടിയിലെ 2 MLA മാർ ഞങ്ങൾ LDF വിടില്ല എന്ന് പ്രഖ്യാപിച്ചു. അത് LDFിൻ്റെ തുറുപ്പ് ചീട്ടായിരുന്നു, LDFിൻ്റെ നീക്കമായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിനെ പിളർത്തും എന്നുള്ള സന്ദേശമാണ് ജോസ് കെ മാണിക്ക് കൊടുത്തത്. ആ നീക്കത്തെ തടയാൻ ജോസ് കെ മാണിക്ക് കഴിഞ്ഞില്ല. അതല്ലെങ്കിൽ ചർച്ചകളൊക്കെ നടന്ന ഒരു ഘട്ടം വരെ എത്തി നിൽക്കുമ്പോൾ പാലാ പോലെ ഒരു സ്ഥലത്ത് ജയിച്ച് വീണ്ടും രാഷ്ട്രീയ അസ്തിത്വം വീണ്ടെടുക്കാൻ കാത്തിരിക്കുന്ന ജോസ് കെ മാണിക്ക് UDF തന്നെയായിരുന്നു നല്ലത്. നേരത്തെ പറഞ്ഞതുപോലെ 3 ജില്ലകൾ, കോട്ടയം, പത്തനംതിട്ട, അതുപോലെ തന്നെ ഇടുക്കി. ആ ഇടുക്കിയിൽ UDF അടിച്ചു കയറുമെന്ന് പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് അവരുടെ കൂടെ നിൽക്കുന്നതായിരുന്നു നല്ലത്. എന്ന് മാത്രമല്ല, പാലായിൽ ജയിക്കാൻ ജോസ് കെ മാണിക്ക് എപ്പോഴും UDFിൻ്റെ സഹായമാണ് ഏറ്റവും നല്ലത്. അത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുതൽ കഴിഞ്ഞ തദ്ദേശം മുതൽ അതിന് മുമ്പുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം വ്യക്തമാണ്. UDFിൻ്റെ കയ്യിൽ തന്നെയാണ് ആ സ്ഥലം. ഈ തദ്ദേശത്തിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ടെന്ന കാര്യം അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ അവിടെ എല്ലാവരും കരുതുന്നത് പോലെ മാണി സി കാപ്പൻ ആയിരുന്നില്ല തടസ്സം. ഈ മാണി സി കാപ്പൻ എങ്ങനെയാണ് UDFിൻ്റെ ഭാഗമാകുന്നത്? മാണി സി കാപ്പൻ ജോസ് കെ മാണിക്ക് വേണ്ടി LDF മാണി സി കാപ്പനെ പുല്ലുപോലെ എടുത്ത് മാറ്റിയിട്ട് ആ പാലാ സീറ്റ് ഓഫർ ചെയ്യുമ്പോഴാണ് മാണി സി കാപ്പൻ UDFിൻ്റെ ഭാഗമായി വരുന്നത്. അതിൻ്റെ കാരണം മാണി സി കാപ്പൻ്റെ ഒരു വളരെ ചെറിയൊരു പാർട്ടി, വിഭജിച്ചു വന്ന ഒരു ചെറിയ സംവിധാനമാണ്. ആ സംവിധാനത്തിന് പാലായ്ക്ക് അപ്പുറത്തേക്കോ അല്ലെങ്കിൽ ആ ഒരു സീറ്റിന് അപ്പുറത്തേക്കോ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണെന്ന് മാണിയെ കൂടെ കൂട്ടാൻ വേണ്ടി മാണി സി കാപ്പനെ തള്ളിക്കളഞ്ഞുകൊണ്ട് ആ സീറ്റ് മാണി ഗ്രൂപ്പിന് ഓഫർ ചെയ്തത്. ഇതുപോലെ തന്നെ ഇത്തവണ മാണി ഗ്രൂപ്പ് വന്നിരുന്നെങ്കിൽ മാണി സി കാപ്പൻ്റെ ഒരു എതിർപ്പും പരിഗണിക്കാതെ മാണി സി കാപ്പന് വേണമെങ്കിൽ സീറ്റ് കൊടുക്കാം, വേറെ എന്തെങ്കിലും പദവി കൊടുക്കാം, പക്ഷേ അത് പരിഗണിക്കുന്ന പ്രശ്നമില്ല എന്ന മട്ടിലായിരുന്നു UDF. പാലാ സീറ്റ് അടക്കം ജോസ് കെ മാണിക്ക് ഓഫർ ചെയ്ത് വെച്ചിരുന്നതാണ്. ആ ഓഫറിൽ പിടിച്ചുകൊണ്ടാണ് ജോസ് കെ മാണി ഇങ്ങോട്ട് വരാം എന്ന് തീരുമാനിക്കാനുള്ള ഒരു കാരണം കൂടി. പക്ഷേ പാർട്ടി പിളരുമെന്നും പാർട്ടിയിലെ പ്രധാനപ്പെട്ട സംവിധാനങ്ങൾ ചിലപ്പോൾ അപ്പുറത്ത് നിൽക്കും എന്നുള്ള ഒരു ഭയം, തൻ്റെ നേതൃത്വത്തെ ചലഞ്ച് ചെയ്തുകൊണ്ട് ഒരു രണ്ട് ഭാഗമായി തൻ്റെ പാർട്ടി പിളർന്നു പോയാൽ വീണ്ടും ദുർബലമാകും. ഇപ്പോൾ തന്നെ 5 MLA മാരുള്ള പാർട്ടിയിൽ തൻ്റെ സംവിധാനവും തൻ്റെ പാർട്ടിയും തൻ്റെ നേതൃത്വവും വീണ്ടും ദുർബലമാകും എന്ന് കരുതി മനസ്സിലായതുകൊണ്ടാണ് ജോസ് കെ മാണി അതിനുശേഷം ഇന്നലെ 2 ഫേസ്ബുക്ക് പോസ്റ്റുകൾ വന്നതിന് ശേഷം അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. അതിൽ വ്യക്തത വരുന്നില്ല എന്ന് മറുപക്ഷം വ്യക്തമാക്കിയപ്പോൾ ആ ഫേസ്ബുക്ക് പോസ്റ്റ് തിരുത്തുകയും അവസാനം ഇടതുമുന്നണിക്കൊപ്പം എന്ന് തിരുത്തിക്കൊണ്ടുള്ള പോസ്റ്റ് വരികയും ചെയ്തത്. അങ്ങനെയാണ് ആ കൊട്ടാര കലാപം അവസാനിച്ചത്. പാർട്ടി ചെയർമാൻ്റെ നേതൃത്വത്തിൽ UDFുമായി നടന്ന ചർച്ച പാർട്ടി പിളർത്തും എന്ന ഒരു ഭീഷണിയിലൂടെ റോഷി അഗസ്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് LDF പരാജയപ്പെട്ടിരിക്കുന്നു. 1ാം റൗണ്ടിൽ LDFിനെ ആശ്വസിക്കാം. ഒരു തരത്തിലും യാതൊരു പ്രശ്നവും ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്ന് ആ പാർട്ടിയിൽ നിന്ന് തൽക്കാലത്തേക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇന്ന് വൈകുന്നേരം ആകുമ്പോൾ അതിൻ്റെ സ്ഥിതി. LDF ആശ്വാസത്തിലാണ്. LDFിൻ്റെ നേതാക്കളെല്ലാവരും വളരെ വലിയ ആത്മവിശ്വാസത്തിലുമാണ്. പക്ഷേ ഇത് ഈ തെരഞ്ഞെടുപ്പ് നാടകത്തിലെ, രാഷ്ട്രീയ നാടകത്തിലെ 1ാം ഘട്ടമാണ്. ഈ കർട്ടൻ അവസാനിച്ചിരിക്കുന്നു. ചിലപ്പോൾ നാളെ ഈ കർട്ടൻ ഉയരാനുള്ള സാഹചര്യവും സാധ്യതയും ഒക്കെ ഉണ്ടാകാം. 16-ാം തീയതി ഒരു പ്രധാനപ്പെട്ട യോഗം വരുന്നുണ്ട്. അന്ന് ഈ 5 MLA മാർ മാത്രമല്ല പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും വരും. അന്ന് ഒരു ബലപരീക്ഷണത്തൊന്നും ശ്രമിക്കില്ലെങ്കിലും പൊതുവെയുള്ളൊരു മൂഡ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ശ്രമം ഇരു കൂട്ടരും നടത്താനുള്ള സാധ്യത കൂടിയുണ്ട്. Meet the editors.